അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. തനിക്ക് ജോലിയൊന്നുമില്ലേ? എന്തോ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാനാണ് അവന് തോന്നിയത്. എന്നാൽ തൻ്റെ സാമീപ്യം അവന് ഇഷ്ടമാകാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് കരുതി റോസ്ലിൻ പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങി. താനിത് എവിടെ പോവാ? സാറൽ ചോദിച്ചത് വേറെ ജോലിയൊന്നുമില്ലേന്ന്. അതിന് പോകുകയാണോ വേണ്ടത്? റോസ്ലിൻ കണ്ണു വിടുത്തി അവനെ നോക്കി. തനിക്ക് കുറച്ചു നേരം ഇവിടെ നിന്ന് ഇരിക്കാമോ? എനിക്ക് സംസാരിക്കാനുണ്ട്. അവൾ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ പറയാനുള്ളത്? അമലയെ പറ്റി. ആമിയിൽ നിന്നും അമലിലേക്കുള്ള മാറ്റം. അത് കേട്ടതും അവൾ അതിശയത്തോടെ അവനെ നോക്കി. തൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആമിയെന്ന് വിളിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഞാൻ അവളെ. അവളിലൊരു വിഷാദച്ചിരി രൂപം കൊണ്ടു. പതിയത് അവനിലേക്ക് പകർന്നു. ഒരു കുരിശടിയിൽ നിന്നും ഓർഫനേജിലെ സിസ്റ്റർക്ക് കിട്ടിയ കൈക്കുഞ്ഞ്. ആ കുഞ്ഞിനോടൊപ്പം ചെറിയൊരു കുറിപ്പും. എൻ്റെ ജീവനാണ്, കിട്ടുന്നവർ പൊന്നുപോലെ നോക്കണേ. ഒരമ്മയുടെ നിവൃത്തികേട് കൊണ്ടാണ് ഇവൻ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ എനിക്കവർ ജീവനെന്ന് തന്നെ പേരിട്ടു. ഒരുപാട് സഹോദരങ്ങൾക്കൊപ്പം വളർന്നു, പഠിച്ചു. ഒടുവിൽ ഇഷ്ടപ്പെട്ട ജോലിയും ഒരു കൂട്ടുവേണമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത നേരത്താണ് അവൾ കടന്നു വരുന്നത്. അവനൊന്ന് നിർത്തി അവളെ നോക്കി. റോസ്ലിൻ മറ്റെവിടേക്കോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതവളുടെ കണ്ണുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ. ആദ്യം നല്ലൊരു സൗഹൃദത്തിൽ തുടങ്ങി. എപ്പോഴോ അവളും എന്നെപ്പോലെ ഒരു അനാഥയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതലെടുത്തു. ആദ്യം ഇഷ്ടം പറഞ്ഞത് അവളായിരുന്നു. എതിർപ്പ് പ്രകടിപ്പിക്കാൻ മറ്റു കാരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും സമ്മതം അറിയിച്ചു. കുട്ടികൾക്ക് മാതൃക ആകേണ്ട അധ്യാപകരല്ലേ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളായി തന്നെ ഞങ്ങൾ എല്ലാവർക്കും മുന്നിൽ തന്നെ തുടർന്നു. എത്ര ഒളിപ്പിച്ചു വെച്ചാലും സത്യം പുറത്തേക്ക് വരുന്നു പറയുന്നത് പോലെ കോളേജിൽ ഞങ്ങളും ചർച്ചാ വിഷയങ്ങളായി. അപ്പോഴും ആരോടും അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രം. ഒരുപക്ഷെ അന്നത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനെന്ന കഥാപാത്രം നിങ്ങൾക്കിടയിൽ കടന്നു വരില്ലായിരുന്നല്ലേ? അറിയില്ല. അമല പലപ്പോഴും നിർബന്ധിച്ചിട്ടും ആരോടും പറയരുതെന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ഒടുവിൽ എപ്പോഴും അവളും എന്നേക്കാൾ കൂടുതൽ അതിന് വാശി പിടിച്ചു. അന്ന് അതിൻ്റെ പിന്നിൽ മറ്റൊരു ജീവിതം തകരുകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെപ്പറ്റിയൊന്നും മിസ് പറഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാകും. ഉണ്ട്, പക്ഷെ അതെല്ലാം തൻ്റെ ഫാമിലിയെ പറ്റിയായിരുന്നു. താൻ വളർന്നു വന്ന സാഹചര്യങ്ങളെപ്പറ്റിയും മുന്നിലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അവൾ വാചാലയായി. അങ്ങനെയാണ് തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പോലും. അതും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ മാത്രം. അവൾ ജീവനറ്റ ചിരിയോടെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അവനിലും വാശിയായിരുന്നു. എല്ലാം തുറന്നു പറയുന്നത്. വിവാഹം ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയപ്പോൾ തന്നെ വേഗത്തിലാക്കാൻ നിർബന്ധം പിടിച്ചു. ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം തോന്നിപ്പോകുന്നെന്ന് അവളുടെ ആവശ്യം ഞാനും മനസ്സുകൊണ്ട് കേട്ടു. ആരും അറിയാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു ചടങ്ങ്. മുന്നോട്ടുള്ള നല്ലൊരു ജീവിതം, അത് മാത്രമായി എൻ്റെ മനസ്സിൽ. അവളിലും അത് തന്നെയാകുമെന്ന് കരുതി. പക്ഷെ ആയിരുന്നില്ലെന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. സ്വന്തമെന്ന് പറയാൻ ആരും തന്നെ ഇല്ല എന്ന രണ്ടുപേര് വിവാഹത്തിലൂടെ അവർ പരസ്പരം താങ്ങായി. അതായത് ഞങ്ങൾ. അധികം വൈകാതെ തന്നെ ഞാനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന വാർത്ത എന്നെ തേടിയെത്തി. സന്തോഷം മാത്രമായിരുന്നില്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതി എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു എൻ്റെ അവസ്ഥ. സ്വന്തം ചോരയിൽ എനിക്കൊരു അവകാശി. അന്ന് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ ഓർമ്മയിൽ പുഞ്ചിരിയോടെ കിടക്കുന്നവനെ അവളും അറിയാതെ നോക്കിയിരുന്നു പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവളുടെ ബോഡി വല്ലാതെ വീക്കാണെന്നും യൂട്രസ് കുഞ്ഞിനെ വഹിക്കാനുള്ള ശേഷി സംശയമുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഒരുപാട് ശ്രദ്ധ വേണ്ട സമയമായതുകൊണ്ട് തന്നെ അവളോടൊപ്പം ഞാൻ ലീവ് എടുത്തു. 1 മാസം കഴിഞ്ഞുള്ള ചെക്കപ്പിൽ പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുന്നത് വരെ സൂചി നെഞ്ചിൽ കയറിയ അവസ്ഥയിലായിരുന്നു എനിക്ക്. ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൾ വല്ലാതെ പേടിക്കുന്നതും കൂടുതൽ സമയവും പ്രാർത്ഥിക്കുന്നതും കണ്ടു. പക്ഷേ അതെല്ലാം തൻ്റെ ശാപം ഒരിക്കലും അവരിലേക്ക് വരരുതെന്നായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ശാപോ? സ്വയം പഴിക്കുകയല്ലാതെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ദേഷ്യവും വിഷമവും എല്ലാം തോന്നിയിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു വഴി എനിക്കില്ലായിരുന്നു. ഇതൊന്നും അറിയാതെ നടന്ന പോട്ടൻ, അതായത് ഞാൻ അല്ലേ സാർ? ഞാൻ പറയട്ടെ, രണ്ടുപേരും വീട്ടിലിരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ അമലയ്ക്ക് സഹായത്തിന് വീട്ടിലാളെ നിർത്തി ഞാൻ വീണ്ടും ജോലിക്ക് കയറി. വൈകാതെ തന്നെ 1 അല്ല 2 ജീവനാണ് തന്നെ അച്ഛാന്ന് വിളിക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ആഹ്ലാദിച്ചു, അല്ല അഹങ്കരിച്ചു. അതുകൊണ്ടാവില്ലേ അവരൊന്ന് വളരാൻ തുടങ്ങും മുമ്പേ ഈ അച്ഛനെ വിട്ട് പോയത്? അവളുടെ കണ്ണുകളും അവനോടൊപ്പം നിറഞ്ഞു. ഒരമ്മയാകാൻ തയ്യാറെടുക്കുന്നത് കൊണ്ടാകും അവൾക്ക് തന്നോട് ചെയ്തത് തെറ്റായെന്ന് തോന്നിയത്. ഒരിക്കലും അത് ദോഷമായി വരരുതെന്ന് അവൾ ആഗ്രഹിച്ചിരിക്കാം. അപ്പോഴാണ് തന്നെക്കുറിച്ച് എന്നോട് പറയുന്നത്. നമുക്ക് അവളെ സഹായിക്കണം, നല്ലൊരു ജീവിതം കണ്ടെത്തി കൊടുക്കണം, അത് തൻ്റെ കടമയാണെന്നും അവൾ പറഞ്ഞു. അന്ന് ആ നല്ല മനസ്സോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു.
ഇന്ന് പക്ഷേ അതൊരു സ്വാതന്ത്ര്യക്കുള്ള പരിഹാരമാണെന്ന് ഓർക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അറിഞ്ഞുകൊണ്ട് ശപിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് നേറിയിട്ടുണ്ട്, കണ്ണീര് ഒരുപാട് പൊഴിഞ്ഞിട്ടുമുണ്ട്. അറിയാതെ അവ ശാപവാക്കളായി മാറിയിട്ടുണ്ടെങ്കിൽ മാപ്പ്. തൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരയുന്നവളെ കണ്ടവൻ്റെ മനസ്സുയർന്നു. അറിയുന്നില്ല, അവളുടെ സ്പർശനം അറിയാൻ കഴിയുന്നില്ല. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ ശരീരത്തെ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ കൂടി മനസ്സിൽ വരഞ്ഞു മുറിക്കുന്നത് പോലെ. റോസ്ലിൻ, എഴുന്നേൽക്ക്. ഞാനാ കാരണം. ഒരിക്കലും നിന്റെ തെറ്റല്ല, എൻ്റെ വിധിയാണ്. അല്ലെങ്കിൽ 2 ജീവനുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അന്ന് തന്നെ എനിക്കെല്ലാം നഷ്ടപ്പെടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് കരിക്ക് കുടിക്കണം അവളുടെ വാശിക്ക് മുന്നിൽ ഞാൻ സമ്മതം അറിയിക്കാൻ പാടില്ലായിരുന്നു. വഴിയരികിൽ കാർ നിർത്തി വാങ്ങാനായി കയറി. തൊട്ടടുത്ത നിമിഷം കാതടപ്പിക്കുന്ന വലിയൊരു ശബ്ദം, അത് മുഴങ്ങിയത് എൻ്റെ ഹൃദയത്തിലായിരുന്നു. ഒരേ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു. അനങ്ങാൻ പോലും കഴിയാതെ ഞാൻ അവിടെ നിന്ന് തൊട്ടു മുന്നിൽ നടക്കുന്നതിനെ പറ്റി ബോധമില്ലാതെ തലക്കുള്ളിൽ മുഴങ്ങുന്ന ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും മുരളിച്ചയോടെ കേട്ടുകൊണ്ടിരുന്നു. ഒന്ന് മാത്രം തിരിച്ചറിഞ്ഞു, പോയി, എല്ലാം പോയി. ഉച്ചത്തിൽ പൊട്ടിക്കരയുന്നവനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ അവൾ നിന്നു. പുറത്തെല്ലാം കേട്ടുകൊണ്ട് നിന്നവരിലും കണ്ണുനീർ പൊടിഞ്ഞു. വൈകി ജീവന്റെ നെഞ്ചിലേക്ക് ഒരു ആശ്രയത്തിനെന്ന പോലെ ചാരി. ഇച്ചായ, ജീവൻ പറയട്ടെ വൈക, എല്ലാം പറഞ്ഞൊഴിയട്ടെ ആ മനസ്സിൽ നിന്ന്. ജീവൻ പറഞ്ഞ കാഴ്ച തൊട്ടു മുന്നിൽ കണ്ടതുപോലെയായിരുന്നു ഡെവിയുടെ അവസ്ഥ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ അവനെല്ലാം തുറന്നു പറയട്ടെ എന്നായിരുന്നു അവൻ്റെ പക്ഷം. ഒരു നോക്ക് കണ്ടില്ല ഞാൻ എൻ്റെ പൊന്നും മക്കളെ. അച്ഛയുടെ പൊന്നെന്ന് വിളിച്ച നാവ് കൊണ്ട് മക്കളെ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല. അറിയാതെയെങ്കിലും അവരിൽ ഒരാൾ അവഗണിച്ച് പോയില്ലേ ഞാൻ. അത്രയ്ക്ക് ഭാഗ്യമില്ലാത്തവൻ. ആ കണ്ണിൽ കൂടി ഒഴുകുന്നത് ജീവനെന്ന മനുഷ്യന്റെ ചോരയാണെന്ന് പോലും ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയി. ആമി, കേൾക്കുന്നുണ്ടോ നീ? ഇഷ്ടമായിരുന്നു പെണ്ണെ, ഈ ജീവന്റെ ജീവനായിരുന്നില്ല നീ. ഒടുവിൽ നീയും പോയി നമ്മുടെ മക്കളോടൊപ്പം. നന്നായി, ഒന്നും അറിയാത്ത മക്കളാവര്. നീ വേണം അവരോടൊപ്പം. ഭാഗ്യമില്ലാത്തൊരു അച്ഛൻ്റെ മക്കളായി അവർക്ക് ജനിക്കാൻ കഴിയാത്തത് നന്നായി. പൊന്നു പോലെ നോക്കണേടി. ഇനിയും അവൻ്റെ വേദന കണ്ടു നിൽക്കാൻ കഴിയാതെ റോസ്ലിൻ അവളുടെ മുഖം 2 കൈകളിൽ കോരിയെടുത്തു. അരുത്, കരയരുത്, കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ മക്കളാ റോസ്ലിൻ. എങ്ങനെയായിരിക്കും അവരെ കാണാൻ? എന്നെ പോലെയോ അവളെ പോലെയോ? അറിയില്ലല്ലോ, എനിക്കും അറിയില്ല. എന്താണെന്നറിയോ, ഞാൻ കണ്ടിട്ട് കൂടിയില്ല അവരെ. ഒന്ന് കാണിച്ചു തന്നില്ല. അതിനു മുമ്പേ അവൾ കൊണ്ടുപോയി. നിന്നെ ചതിച്ച പോലെ എന്നെയും പറ്റിച്ചു. നീ പറഞ്ഞില്ലേ കരഞ്ഞെന്ന്? ഞാനും കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അന്ന് എനിക്കെല്ലാം നഷ്ടമായ ആ ദിവസം. സാർ ഒന്നും ഓർക്കണ്ട, റിലാക്സ്. ഓർക്കണം, എല്ലാം ഓർക്കണം. കണ്ണടക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് അറിയോ നിനക്ക്? കണ്ണ് വിരിയാത്ത വായും മൂക്കുമില്ലാത്ത ഹൃദയം കൊണ്ട് അച്ഛനാന്ന് വിളിച്ച് കരയുന്ന 2 കുഞ്ഞുങ്ങൾ. നോവുന്നോന്ന് പറയാതെ പറയുന്നുണ്ടവർ. അവരെൻ്റെ ഹൃദയത്തിലാവുള്ളത്, എൻ്റെയും മരവിച്ച ഹൃദയത്തിൽ. കരയരുത്, ഒരുപാട് അനുഭവിച്ചില്ലേ, ഇനിയും വേണ്ട. ആ മക്കൾക്കത് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണുമ്പോൾ അമ്മയോട് അവർ പരാതി പറയില്ല. അവിടെ എല്ലാം പറഞ്ഞൊഴിഞ്ഞ് മനസ്സുമായി വേണമെനി മുന്നോട്ട് ജീവിക്കാൻ. അത് കാണാൻ അച്ഛൻ്റെ പൊന്നുമക്കൾ അങ്ങ് ദൂരെ ഉണ്ടാവില്ലേ? അവരെ വേദനിപ്പിക്കരുത്. അതുപോലെ ഒരുപാട് സ്നേഹിച്ച, ജീവിക്കാൻ കുതിച്ച മിസ്സും. സാറിൻ്റെ ജീവിതം ഒരിക്കലും അവർക്കൊരു സന്തോഷം നൽകില്ല. അവർക്കായി ചെയ്ത് കൊടുക്കാൻ ഇതിലും വലുതായി ഒന്നുമില്ല. സന്തോഷത്തോടുള്ള ജീവിതം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. അവൻ്റെ മനസ്സ് ശാന്തമാകുന്നത് വരെ റോസ്ലിൻ അവിടെ ഇരുന്നു. അതിനിടയിൽ മറ്റൊന്നും പറയാനോ ചോദിക്കാനോ അവൾ മുതിർന്നില്ല. റോസ്ലിൻ, എന്താ സാർ? അമല എന്തിനു വേണ്ടിയാ നിന്നോടങ്ങനെ പറഞ്ഞതും ചെയ്തതെന്ന് എനിക്കറിയില്ല. തെറ്റായിരുന്നു, വലിയ തെറ്റ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമല്ല. നിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻ്റായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് നീ മനസ്സിലാക്കണം. ഒടുവിൽ ഇതാകും പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇതല്ലാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഒരാളുടെ സഹായം ഇല്ലാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഞാൻ നിനക്കൊരു ജീവിതം തരുമെന്നോ? അതിന് വലിയ തമാശ മാറ്റൊന്നില്ല. അതാണോ സാറിൻ്റെ പ്രശ്നം? എന്നെ കൂടെ കൂടുന്നതിൽ മറ്റൊരു തടസ്സമില്ലെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അവൾ പ്രതീക്ഷയോട് അവനോട് ചോദിച്ചു. താൻ എന്തൊക്കെയായി വിചാരിച്ചു കൂടുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ കൂടി ആ അർത്ഥത്തിൽ മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം. ഒരിക്കലും മിസ്സിൻ്റെ സ്ഥാനം എനിക്ക് വേണ്ട. ഈ മനസ്സിൽ എന്തെങ്കിലും ഒരിക്കലും എനിക്കൊരിടം ഉണ്ടാകുന്ന വിശ്വാസമുണ്ട്. അത് മാത്രം മതി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തന്നെ നോക്കി ചോദിക്കുന്നവളെ അവൻ പരിഭ്രമത്തോടെ നോക്കി. ഈ സർജറി കഴിയുമ്പോൾ ഉറപ്പായി സാറെ എഴുന്നേൽക്കും. അന്നൊരു കൂട്ടായി ഞാൻ കൂടി വന്നോട്ടെ. അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ. ഒരിക്കലും സാഹചര്യം കൊണ്ട് വിട്ടു കൊടുത്തതാ ഞാൻ. ഒരിക്കൽ കൂടി അതിനെന്നെ നിർബന്ധിക്കരുത്. മരിച്ചു പോവും ഞാൻ.
എന്തും മറുപടി പറയണമെന്ന് അറിയാതെ അവൻ്റെ മനസ്സ് കിടന്നു വീഴും. ഒരിക്കലും അവരുടെ സ്ഥാനത്ത് മറ്റൊരാളെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ബുദ്ധി പറയുമ്പോൾ മനസ്സതിന് സമ്മതിക്കില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. റോസ്ലിൻ, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം, താനൊന്ന് പുറത്തു പോകുമോ? റോസ്ലിൻ ഒന്നും പറയാതെ പുറത്തേക്ക് നടന്നതും അവൻ ഇനി എന്തെന്നറിയാതെ ഒന്ന് നിശ്വസിച്ചു.